ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നുണ്ടല്ലോ കുറച്ച് മത്തങ്ങയുടെ പരിപാടിയാണേ. എന്നാണെന്നറിയാവോ, എന്നും ഈ മത്തങ്ങ എരിശ്ശേരിയാണേ, മത്തങ്ങ പരിപ്പ് കറിയാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വീട്ടിൽ കിടന്നൊരു വഴക്കാന്നേ. എന്നാൽ പിന്നെ അതിനെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഓർത്തോണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഞാനിവിടെ 2 കഷ്ണം മത്തങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതൊന്നുമല്ല, വീഡിയോ കാണുന്ന പോലെ ഒരുപാടങ്ങ് വലുതൊന്നുമല്ല, എന്നാൽ ആവശ്യമുണ്ട് താനും. അപ്പോൾ അതിനെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് എടുക്കണം. അപ്പോൾ അതാ ഈ പരുവത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെ ഇങ്ങനെയൊക്കെ അരിഞ്ഞതെന്ന് ചിലപ്പോൾ ഓർക്കും, പക്ഷേ അതിന് കാരണമുണ്ട് പറയാട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല കുനുകുനാന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ കുനുകുനാന്നൊന്നുമല്ല, അവിയലിന് അരിഞ്ഞ ഏകദേശം ആ ഒരു പാകത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമുക്കിതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് അരിഞ്ഞങ്ങ് കൊണ്ടുവരാം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ ഇത്തിരി കൂടുതലാണ് ആ ചട്ടിക്കകത്ത്. വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരു കുഞ്ഞു മടിയായി പോയിട്ടോ. അപ്പോൾ അതാ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ചട്ടിക്കകത്തല്ല വെക്കണേ, കരിഞ്ഞു പിടിച്ചെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അന്നേരത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നല്ലതായിട്ട് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി, ജീരകവും, പിന്നെ നമ്മുടെ മുളക്, പിന്നെ പോയിട്ട് ഇത്തിരി സവോളയാണ്. ഉള്ളി ഇല്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പോയിട്ട് ഈ പച്ചമുളകിന് പകരം നല്ല കാന്താരിയൊക്കെ അരയ്ക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എന്നാൽ പിന്നെ ഉണ്ടല്ലോ, നമുക്കിതിനെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ കല്ലില്ലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ആ മിക്സിക്കകത്തോട്ട് 2 കറക്ക് വേണ്ടെന്നേ, ഒറ്റ കറക്ക് മതി. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് അടിപൊളിയായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈ പരുവത്തിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കല്ല് കഴുകി എടുക്കുന്ന ആ വെള്ളം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വെറുതെ ഒന്നും കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് നമ്മൾ ഈ കല്ലിലൊക്കെ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുത്തി ഇളക്കി അതിനെ ഉടച്ച് കളയാനൊന്നും പോകണ്ട. എന്നാണെന്നറിയാവോ, അല്ലെ പിന്നെ അത് ചമ്മന്തി പരുവായി പോവും. വേണ്ടല്ലോ, ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാണ് പോണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരപ്പും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർക്കാം. എന്തിനാ, ഒരുപാടൊന്നും വേണ്ട. അതാ കൈകൊണ്ട് നന്നായിട്ട് വടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു തവി വെച്ചിട്ടോ എങ്ങനെ വേണേലും ആവാം, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ആ തേങ്ങയുടെ മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പാകത്തിന് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തോളുക. പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള കാരണം ഇനി പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ. ഇതാ നോക്കിയേ, തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളം. മത്തങ്ങയല്ലേ, ചുമ്മാ ഉള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഇതിനെയൊക്കെ മത്തങ്ങയ്ക്കകത്ത് വെള്ളം കുത്തി വെച്ചിട്ടാണ് അങ്ങോട്ട് കിട്ടണേന്ന് അറിയാൻ മേലാത്തെ. എന്തായാലും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് നമ്മുടെ തോരൻ പരുവത്തിലാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മുഴുത്ത പാത്രമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഇപ്പോഴും ഒന്നുകൂടെ ചിന്തിച്ച് പോവുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളം വലിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. അതാ എന്നാൽ കരിഞ്ഞു പോകത്തൊന്നുമില്ല. പിന്നെ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാനും പോകണ്ട. അപ്പം ആ വലിയതായിട്ട് അരിഞ്ഞ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാകത്തിന് ആ തോരൻ പരുവത്തിനാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ പതുക്കെ ഇരുന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞെടുത്ത് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ അരപ്പ് ചേർക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ, ഒരു വെളുത്തുള്ളി ചേർത്തൊന്നും ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, ചിലരങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പം അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു കുഞ്ഞ് ചട്ടി അടുപ്പത്തോട്ട് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഇത്തിരി കടുകൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ ചുവന്ന മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കൊച്ചുള്ളിയും കൂടി ആയാൽ ബെസ്റ്റ്, അടിപൊളിയായിരിക്കും. നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ തോരൻ്റെ പകുതിയാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെ പകുതി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഫുള്ള് തന്നെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാ ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ പറയുക, അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തോളുക. മിക്സാക്കി എല്ലായിടത്തും കടുക് പൊട്ടിച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തോളുക. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്നാ പറയുന്നത്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല യമ്മി ആയിട്ട് ചോറുണ്ണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.